തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായ തോംസൺ ജോസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണം സംഘം തന്നെ കേസ് അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെ കൂടി തിരുവനന്തപുരത്തെത്തി വക്കാലത്തൊപ്പിട്ട് രാഹുൽ മാങ്കൂട്ടം മടങ്ങിയിരിക്കുന്നു. MLA അറസ്റ്റിന് നീക്കവുമായി പോലീസ് പെടാപാടുപെടുന്നുണ്ടെങ്കിലും അതിനൊന്നും കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുൻകൂർ ജാമ്യാപേക്ഷ തടസ്സമാകില്ല എന്ന നിയമോപദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസിൻ്റെ നീക്കം. നിരീക്ഷണം ശക്തമാക്കാൻ പാലക്കാട്, കൊച്ചി, തിരുവനന്തപുരം സ്റ്റേഷനുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും മാങ്കൂട്ടത്തെ കേരളം മുഴുവൻ നടന്നിട്ടും പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ലൈംഗിക പീഡന കേസിൽ ഒളിവിൽ എന്ന് മാധ്യമങ്ങൾ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും തിരുവനന്തപുരത്തും പാലക്കാട്ടും തൃശ്ശൂരിലുമടക്കം രാഹുൽ മാങ്കൂട്ടം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയാണ് രാഹുൽ മാങ്കൂട്ടം MLA തിരുവനന്തപുരത്ത് എത്തിയത്. തിരുവനന്തപുരം വഞ്ചിയൂരിലുള്ള അഭിഭാഷകന്റെ ഓഫീസിലെത്തി വക്കാലത്തൊപ്പിട്ടു. രാഹുൽ നേരിട്ടെത്തിയാണ് വക്കാലത്തിൽ ഒപ്പിട്ടത് എന്ന് അഭിഭാഷകൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. മുൻകൂർ ജാമ്യ ഹർജി നൽകാനാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടം തലസ്ഥാനത്തെത്തിയത്. പോലീസ് കേസെടുത്തതിന് തൊട്ടു പിന്നാലെ MLA ഒളിവിൽ പോകുകയായിരുന്നു എന്ന് മാധ്യമങ്ങൾ വാർത്ത നൽകിയെങ്കിലും പോകേണ്ടയിടത്തെല്ലാം രാഹുൽ മാങ്കൂട്ടം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് തിരുവനന്തപുരത്തും എത്തിയത്. രാഹുലിനെ പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയെങ്കിലും അദ്ദേഹത്തിൻ്റെ പരിപാടികൾ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി ലുക്കൌട്ട് സർക്കുലറും പോലീസ് പുറത്തുവിട്ടു. തിരുവനന്തപുരത്ത് എത്തിയ ശേഷം പിന്നീട് രാഹുൽ എങ്ങോട്ട് പോയി എന്ന കാര്യത്തിലടക്കം പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗത്തിനും വിവരം ലഭിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. സത്യത്തിൽ ഇത് അദ്ദേഹത്തിനെ പിടിക്കാൻ കഴിയാതെ കേരളം ഒന്നടങ്കം ജനരോഷം ആളിക്കത്തും. അതുകൊണ്ട് പിടിക്കണ്ട എന്നുള്ളത് തീരുമാനിച്ചതുപോലെയാണ് സർക്കാരിൻ്റെ നീക്കം. ലൈംഗിക പീഡന പരാതിയിൽ കേസെടുത്ത ശേഷം തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷ നൽകിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പിന്തുടർന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനുള്ള ധൈര്യമൊന്നും ഇന്ന് പിണറായി പോലീസിനില്ല എന്നാണ് അറിയുന്നത്. തിരക്ക് പിടിച്ച് അങ്ങനെ ഒരു അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ് വിവരം. രാഹുലിൻ്റെ ജാമ്യാപേക്ഷ തള്ളുകയും തദ്ദേശ തിരഞ്ഞെടുപ്പിന് അടുത്തെത്തിയ ദിവസങ്ങളിൽ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്താൽ ജനരോഷം തണുക്കുമെന്നും തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാമെന്നുമുള്ള അത്തരമൊരു രാഷ്ട്രീയ ഉപദേശം പിണറായിയുടെ പോലീസിന് ലഭിച്ചതായിട്ടാണ് അറിയുന്നത്. അതിജീവിത എന്ന് വിളിക്കുന്ന യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെയാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ മാറി നിൽക്കുന്നത്. പാലക്കാട് നഗരത്തിലെ ഫ്ലാറ്റ് ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ ഇന്നോവ ക്രിസ്റ്റ കാർ ഫ്ലാറ്റിൽ നിർത്തിയിട്ടിരിക്കുന്നു. മറ്റൊരു കാറിലാണ് കേരളം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് അറിയുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കൂടെയുണ്ട് എന്ന് പോലീസ് ഇങ്ങനെ സംശയിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇത് പോലീസ് നേരത്തെ രാഹുൽ മാങ്കൂട്ടം കോയമ്പത്തൂരിലുണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നുവെങ്കിലും പാലക്കാട് തന്നെ അപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ തൃശ്ശൂരിലാണ് എന്നുള്ള നിഗമനത്തിൽ പോലീസ് എത്തുമ്പോഴാണ് തിരുവനന്തപുരത്ത് അദ്ദേഹം ഒപ്പിട്ട് മടങ്ങിയതായി കാണുന്നത്. അതിജീവിത പരാതി നൽകിയ ശേഷം പാലക്കാട് തൃശ്ശൂർ അതിർത്തിയിൽ താമസിച്ചിരുന്നുവെന്നും ഇപ്പോൾ തൃശ്ശൂരിലെന്നാണ് പോലീസ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് തിരുവനന്തപുരത്ത് രാഹുൽ പ്രത്യക്ഷപ്പെട്ടത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം തന്നെ കേസ് അന്വേഷിക്കാൻ വേണ്ടി കേരളം മുഴുവൻ ഓടുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെ കൂടി തന്നെ രാഹുൽ മാങ്കൂട്ടം MLA കടന്നുപോയത്. ചിലർ നൽകുന്ന ചില വിവരങ്ങളിലെ പരിശോധന മാത്രമാണ് പോലീസിന് ഇപ്പോൾ നടത്താൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ഊഹാപോഹങ്ങളുടെ പിന്നാലെ പോലീസ് പോകണ്ട എന്നും അവർ തീരുമാനിച്ചിരിക്കുന്നു. രാഹുലിൻ്റെ ഓഫീസ് ഇന്നും പതിവ് പോലെ പ്രവർത്തിക്കുകയാണ്. അതായത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുകയാണ്. സമൂഹത്തിൽ നടക്കുന്ന സാധാരണ സംഭവങ്ങളിൽ ഒന്നിനെ പെരുപ്പിച്ചു കാണിച്ച് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുകയാണ് പിണറായി വിജയനും CPM-ഉം BJP-യും ചേർന്ന് ചെയ്യുന്നത് എന്നുള്ള കാര്യം.